കറവക്കാരന്റെ രീതി. ഉം. അവന് ഒരു ദിവസം 22, 24 പശുവിനെയൊക്കെ കറക്കും. അതെ, അതെ, അതെ. അവൻ രാത്രി 1 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യേനെ. ഉം, ഉം, ഉം. ഇവൻ ഈ വീട്ടിൽ നിന്ന് കറന്നു കഴിഞ്ഞാൽ അവൻ അടുത്ത സ്റ്റേഷനിലേക്കുള്ള പരക്കം പാച്ചിലാണ്. അതെ, 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 അതെ. ഈ പരക്കം പാച്ചിലിനിടയ്ക്ക് നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പറയും നിങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കി ഉം, ഉം, വെച്ചേക്കണം, ഉം, ഉം, ഉം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഷൻ വെച്ചിരിക്കണം, അല്ലെങ്കിൽ അണുവിമുക്തമായ എന്തെങ്കിലും വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഇവന് അതിനൊന്നും ഉള്ള സമയമില്ല. സമയമില്ല, സമയമില്ല. ഇവൻ ഒരു പശുവിനെ കറക്കി ഇങ്ങനെ അവന്റെ മുണ്ടിലോട്ട് ഇങ്ങനെ ഒരു തേപ്പ് തേക്കും. തേച്ചിട്ടാണ് പോകുന്നത്. ഒരൊറ്റ പോക്കാണ്. ആ. ഈ പോകുന്ന പോക്കിൽ ഈ കയ്യിൽ എന്തൊക്കെ അണുക്കളുണ്ടോ ഉം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഈ കൗപോക്സ് ആണ്. കൗപോക്സ് ആണ്. അതെ, അതെ, അതെ. കൗപോക്സ് വരും. ഉം, ഉം, ഉം. അത് കഴിഞ്ഞാല് കുളമ്പ് രോഗം ഓ, ഇവരിൽ നിന്നാണ് കൂടുതലും ഓ, വരുന്നത്. ഓ, 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 ഓ. ഒരിക്കൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഉം. ഒരു അണ്ണാച്ചി കറന്നത് എല്ലാ പശുക്കൾക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. സർവ്വ പശുക്കൾക്കും എങ്ങനെ വന്നു എന്ന് അതിന്റെ റൂട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത് കറവക്കാരാണ്. കറവക്കാരനാണ്. കാരണം കറന്നു കഴിഞ്ഞാൽ അവൻ കഴിവില്ല. അവന്റെ ഈ മുണ്ടിൽ ഇങ്ങനെ ഒരു തേപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, ഓ, വരുന്നത്. കുളമ്പ് രോഗം പകർത്തുന്നു ഓ. ഈ കറവക്കാരിലൂടെ. ഒപ്പം മറ്റ് അസുഖങ്ങളും പകരുന്നുണ്ട്. പകരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. കൗപോക്സ്, ഓ. അപ്പൊ അകിട് വീക്കം പോലും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചേക്കും. ആ. അയ്യോ അത് കറവക്കാരിൽ നിന്നൊന്നും അല്ല എന്ന് പറയും. കാരണം അവന്റെ ഉപജീവന മാർഗമാണ്. അതെ, 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 അതെ. അത് അതുകൊണ്ട്